ഇത് അത് എൻ്റെ മകള്. ഏത് മകള്? ആ, ഏത് മകളാ? എൻ്റെ ചേച്ചിയുടെ മകള്. ഇതോ ചേച്ചിയുടെ മകളാണോ? യുവാന്റെ പാചകമാണ് കേട്ടോ. അന്ന് യുവാൻ ഇവിടെ എന്നോട് ഉണ്ടാക്കണേ മുട്ട വറക്കുവാണോ? മുട്ട പൊരിക്കുക എന്ന് പറയും, ഇവിടെ ചിലയിടത്ത് വറക്കുക എന്ന് പറയും. അപ്പം മുട്ട വിവാന്റെ ഫേവററ്റ് സാധനമാണ് മുട്ട. അപ്പം മുട്ട വറക്കുകയാണ്. ആയില്ലല്ലോ, ചൂട് വേട്ടാ. അത് ഒത്തിരി പറിച്ചാൽ എന്തിനാ, 2 പറിച്ചാൽ പോരെ? അല്ല, മറ്റേ പുറയിലുള്ളവർ വന്നില്ലെന്ന്. പുറയിലുള്ളവർ വന്നിട്ടുള്ളൂ. ക്രിസ്മസിന്റെ കരോള. ക്രിസ്മസ് അല്ലേ? കരോള്. ക്രിസ്മസ് അല്ലേ? ക്രിസ്മസാ. ആ, അതിന്റെ കരോള് വരുന്നതാ. ആ, ക്രിസ്മസാ ഇപ്പം. ആ ആ ക്രിസ്മസിന്റെ കരോളാണ്. ആ, 25 ആകുക. ബുധനാഴ്ച ക്രിസ്മസ് അല്ലേ? ആരാ? പേടിച്ചിട്ടിരിക്കുവാണല്ലോ. ക്രിസ്മസിന്റെ കരോള് കേട്ടോ. ആ, ക്രിസ്മസിന്റെ കരോള്. കരോളുകാർ വന്നാ പള്ളിയിൽ നിന്ന്. കരോള് വന്നാ ക്രിസ്മസ്. ആ, ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കാതെ പോക്കളഞ്ഞ. കരോളുകാർ വന്നാ പള്ളിയിൽ നിന്ന്. ക്രിസ്മസിന്റെ കരോള് പള്ളിയിൽ നിന്ന് വന്നാ. ക്രിസ്മസിന്റെ കരോള് വന്നാ. കരോളില്ലേ? കരോള്. ആ, കണ്ടില്ലേ? പപ്പായൊക്കെ വന്ന കണ്ടില്ലേ? ക്രിസ്മസ് പപ്പായൊക്കെ. ആ ആ നമ്മൾ ഉണ്ണീശോനെയൊക്കെ വന്ന് മുത്തിയില്ലേ?
ഏതുണ്ടി? ഞാൻ കണ്ട വണ്ടി ആ അത് എവിടെ ഇടാൻ ഇടയുള്ളൂ, വേറെ സ്ഥലമില്ലല്ലോ. മഴയും വെയിലും കൊണ്ടിങ്ങനെ കിടന്ന പെട്ടെന്ന് പോയി. ഇല്ല, അത് പടുതായിട്ട് മുടിയേക്കൂല്ലേ. എന്നാ കയറി പോയി കിടന്നോ, ഇനിയിപ്പോൾ തണുപ്പടിക്കണ്ട. വാ അറിയാ മതി. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുർബാന സ്വീകരണമായിരുന്നു. അച്ഛൻ വന്ന് അമ്മയ്ക്ക് കുർബാന നൽകി തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് വന്നതുകൊണ്ട് ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാരത്? ഇതാരത്? ആ നിൽക്കണ ഇതാരാ? പോയായിരുന്നു ഇതാരത്? മിഠായി ഇഷ്ടമല്ലേ? മിഠായി ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്ന് പിന്നെ പനി പറഞ്ഞോ? എനിക്ക് വേണ്ട, ഞാൻ വേറെ തിന്നിട്ടോ. രോമോ തിന്നത്തൊന്നുമില്ല, ഷുഗർ വരും. വേണ്ടെന്നേ. അമ്മ തിന്നോ, അമ്മയ്ക്ക് കൊണ്ട് തന്നല്ലേ. ധാരാമേ ധാരാ ഇത്? അത് എൻ്റെ മകള്. ഏത് മകള്? ആ ഏത് മകളാ? എൻ്റെ ചേച്ചിയുടെ മകള്. ഇതോ? ചേച്ചിയുടെ മകളാണോ? ചേച്ചിയുടെ മകളാണോ അത്? അതേല്ലേ. ആണ്ട കിടക്കണം. പിന്നെ ആരാ? ആ അവിടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കിയേ, ചേച്ചിയുടെ മകളാണോ? ഞാൻ ആരാന്ന് പറ, ഇനി ആലോചിക്കും ഒന്നുകൂടെ. ആരോട്? ഞാൻ ആരാന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ആലോചിക്ക്. അത് ആലോചിക്കാൻ നീ ആരാന്ന് അറിയാമേ. എന്നാ പാപ്പ ആരാന്ന്? എന്നാ മോള് പറഞ്ഞ. ഏത് മോള്? ഏത് മോള്? നീ നിന്നെ വിളിക്കണേ. നീ ഞങ്ങൾ പെണ്ണിനെയാ വിളിക്കണേ. ഓർന്ന് ആലോചിച്ചിട്ട് പറ ആരാന്ന്. മോള് കൊച്ചിന്റെ പേര് അല്ലല്ലോ വിളിക്കണേ. ആ ആലോചിക്ക്, പേര് ആലോചിക്ക്. ഇതിപ്പോ അറിയാമല്ലോ. എന്തുവാ എന്നാ പറ. പേരുള്ളത് കുഞ്ഞുമോളെന്നോ കൊച്ചുമോളോ? മറിയാമ്മയെന്നാണോ? മറിയാമ്മയാ. പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നു. പുതിയ പുതിയ ആൾക്കാരൊക്കെ ആണല്ലോ. മറിയാമ്മയല്ലേ, എലിക്കുട്ടിയാ. എന്നാലും അത് പേരും പാടും. ക്ഷീണിച്ച് കണ്ണൊക്കെ കുഞ്ഞായിപ്പോയി. അത് പനിയൊന്നല്ലേ? പനിയും ചുമയും കൂടെ വന്നു. ചുമയും കുഞ്ഞായി ഭയങ്കര പറഞ്ഞു, ഒത്തിരി മാറി. ഒരു സമയത്ത് പോലും എണ്ണ തേച്ച് കുളിക്കാനും പറ്റിട്ട് കൊണ്ട് ഭാഗത്ത് എനിക്ക് പൊട്ടിച്ചു കൊടുക്ക്. ഞാൻ പൊട്ടിച്ചു തരാം. ഇട്ടൊന്നു എനിക്ക് ഇഷ്ടമല്ല, മടുത്ത് ഒരെണ്ണം കൊണ്ട് ഭാഗത്ത് നാളെ എടുക്കാം. ചുമടെ കൊടുത്തു എല്ലാത്തോളം നോക്കി വെക്കണം. മൊത്തം അലുത്ത് ഉപ്പ് ലോകത്തിലുള്ള എല്ലാം പരിപോലും. ആ വരുമ്പോൾ എന്തിനും. ധാരാന്ന് മനസ്സിലായില്ലല്ലേ? ധാരാന്ന് മനസ്സിലായില്ല. അത് വെട്ടത്ത് മതി. ചായോ ഇവിടെ ആരാന്നേ? ഇതോ? ആ ഇവളോ? ആ ഇത് അതെന്റെ ചേച്ചിയുടെ മകളാ. ചേച്ചിയുടെ മകളെ എങ്ങനെയാ ഇത്രയും കുഞ്ഞത് വരുന്നേ? ചേച്ചിയുടെ മകൾ ഇത്രയും കുഞ്ഞത് വരുമോ? ചേച്ചിയുടെ മക്കളെല്ലാം കെട്ടിച്ചില്ലേ? കെട്ടിച്ചില്ലേന്ന്? ആ പിന്നെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ മക്കളുണ്ട് ചേച്ചിക്ക്. അവരെല്ലാം കെട്ടിച്ചില്ലേ? മക്കള് ഇത് കെട്ടിക്കാറായ കൊച്ചല്ല. ആ അവരെല്ലാം കെട്ടിച്ച് അവർക്ക് പിള്ളേരായി. ഒരാൾ ഇവള് ഏത്? വേറെ രണ്ടുപേരുണ്ട്. പിന്നെ ചേച്ചിയുടെ മക്കളെല്ലാം കെട്ടിച്ചതാ, പെൺമക്കളെല്ലാം.
പിന്നെ ആലോചിക്ക് ആണുങ്ങൾ വേറെയുണ്ട് ആണുങ്ങൾ. ആരൊക്കെ? പിന്നത്തെ മക്കൾക്കെല്ലാം ആണല്ലേ. ആ ഒരു പെണ്ണിന് ഒരാൾക്ക് പെണ്ണുള്ളൂ. ആ അവരെല്ലാം കെട്ടിച്ചു. അവരെല്ലാം നാളെ വന്നു. അവരെ പിള്ളേരെയും കെട്ടിച്ചു. പിന്നെ അവരെല്ലാം കെട്ടിച്ചു. അവരെ പിള്ളേരെയും കെട്ടിച്ചോണ്ടിരിക്കുവോ ഇപ്പം. ഇന്നത്തേക്കാ ചേച്ചിയുടെ മക്കളെ എല്ലാം കെട്ടിച്ചോണ്ടിരിക്കുവോ. അപ്പോഴത്തേനാണ് ഇപ്പൊ ഇവള് ചേച്ചിയുടെ മകളാന്ന് പറയണേ. ആര് കുത്തും? ആരാ കുത്തണം? കുത്തനാരിയല്ല പറഞ്ഞേ, കല്യാണം കഴിച്ചു വിട്ടോണ്ടിരിക്കുവാന്ന് അവരെയൊക്കെ. ഞങ്ങൾക്കാർക്കും കുത്താൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ ധാരാളം പണിയാണ്. ചെവി അടഞ്ഞിരിക്കാൻ തോന്നുന്നു. ഞാൻ പറയണ ചില സമയത്ത് മനസ്സിലായി എന്നെ കുത്തണമെന്നാ പറഞ്ഞാ. ചെവി അടഞ്ഞു. അപ്പൊ ഇവിടെ മനസ്സിലായില്ല. എപ്പോഴും വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ. പനി മാറി കഴിയുമ്പോ ശരിയായിക്കോളൂ. പനി മാറാത്തോണ്ട് മനസ്സിലാവും. അല്ല, ഇന്നലെ ഇവിടെ തപ്പി നടക്കായിരുന്നു. എനിക്ക് കന്നുകാലി, പന്നി, കോഴി, അതെല്ലാം ജീവനുണ്ട്. ഉണ്ടോ? ഇവിടാണോ നോക്കണേ അതിനെല്ലാം? ആടെ പശുവെ. ഇവിടാണോ അതെല്ലാം നോക്കണേ? അതും കൂടെ കൊടുക്കടി. ഞങ്ങളവിടെ തുടിച്ചിരിക്കുകയല്ല. അല്ല, പണിയിട്ട് ഓടി നടക്കുമല്ലേ? എടുപ്പ് പണിയുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് വേണ്ട. നല്ല മഴ. എനിക്ക് ഇഷ്ടമില്ല. നല്ല മഴ. എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ലേ മടക്കി അല്ല, കഴിച്ചോ? ഒരെണ്ണം കഴിച്ചോ? ഇനി വേണ്ട. കഴിച്ചോ? ഒരെണ്ണം കഴിച്ചത് പോയി. കൊച്ചുമോള് ഉണ്ടോന്നാ ഒരെണ്ണം കഴിച്ചോ? ഒന്നോ കഴിച്ചോ? നല്ല മുട്ടായി. നല്ല മുട്ടായിയാണോ? ഡൽഹിയുണ്ട്. നല്ല മധുരമുണ്ട്. അതാ അല്ലേ? നല്ല മധുരമുണ്ടല്ലേ? നല്ല മധുരമുണ്ട്. ആര് വന്നാണ്? മുട്ടായിക്ക് മധുരം ഉണ്ടെന്നാ പറഞ്ഞേ. വന്ന കാര്യമല്ല പറഞ്ഞേ. മുട്ടായിക്ക് മധുരം ചേർന്നത് പോലെ. ചായ കുടിച്ചോ? അതുകൂടി ഞാൻ വൈകുന്നേരം ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ല. ചായയോ? ഒരു കട്ടൻ ചായയൊക്കെ എന്നാ? കട്ടൻ ചായ അല്ല, പാൽ ചായ ആണല്ലോ. അതിന് പാല് ഉണ്ടോ? ഉണ്ടല്ലോ. 2 നേരം ചായ എടുത്ത് പാലുണ്ടല്ലോ. ഇവിടെ തികയല്ലോ. ചായയും മുളക് ബജിയും കൂടിയാണ് കഴിച്ചത്. എന്നിട്ട് പറയുകയാണ് പാൽ ചായയും മുളക് ബജിയും കൂടെയല്ലേ കഴിച്ചേ? മുളക് ബജി ഉണ്ടാക്കിയില്ലേ? ചോമളന്ന് മുളക് ബജി ഉണ്ടാക്കിയായിരുന്നു. നമ്മളിപ്പോൾ എന്നാ പഠിക്കണം? BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. PDC കഴിഞ്ഞില്ലേ? PDC ഒക്കെ കഴിഞ്ഞോ? ഡിഗ്രിക്കാണോ? നഴ്സിംഗിനൊന്നും പോകണ്ടേ? നഴ്സിംഗ് പഠിക്കുന്ന ഉണ്ടോ? ഇനി പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ പോലെ. പിന്നെ ഒന്നും മിണ്ടാ നോക്കിയാൽ മതി. എല്ലാം പറയാൻ മുമ്പാകെ പറ. അല്ല ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാന്ന് മനസ്സിലാകില്ലല്ലേ? എന്നതാന്ന് മനസ്സിലാകില്ല. ചുമ്മാ വന്ന് നിന്നാൽ മനസ്സിലാകില്ലേ? എന്നാ മനസ്സിലാകില്ല? അല്ലെന്നേ, ചുമ്മാ വന്ന് നിന്നാൽ മനസ്സിലാവുമോ എന്നതാന്ന്? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങളങ്ങനെ വല്ല പഠിച്ചു പഠിച്ചത്. ഇടയ്ക്കൊട്ടൊന്നും വേറൊന്നും പറയാൻ വയ്യല്ല. എനിക്കൊരു മിഠായൊന്നും ഇല്ല. ആണ്ടേ? മരുമകള്. എങ്ങനെയായാലും ഇളയ മരുമകള്. നിനക്ക് ആന്റിയല്ലേ? എനിക്ക് അമ്മ. അമ്മയാണ്. ആരാ അവള്? അവളുടെ പേരെന്നാ? ഇവിടെ വീരാടെ പേര് ഇതിക്കോട്ടെ. ഏത്? വിവീന. അവളെ വിവീനായിന്നാ ഞങ്ങൾ വിളിക്കണം. അപ്പൊ എന്നെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് വിവീനാനെ ഓർമ്മ വന്നത്. എന്നോട് പറഞ്ഞ ചേർത്തിയുടെ മകളാന്നാ പറഞ്ഞ. ചേർത്തിയുടെ മകളെ മാത്രമേ അവിടെ പേര് വേദവാദത്തിനൊക്കെ എലിസബത്ത് വിളിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നും വിളിക്കുന്നില്ല. യാത്രയൊക്കെ സുഖമായിരുന്നോ? ക്ഷണിച്ച് വൃത്തിയായിട്ട് എല്ലാ പിള്ളേരും നന്നായി വന്നിട്ടുണ്ട്. മോള് 10 ജയിച്ചോ? 10 ജയിച്ചു. ഡിഗ്രിയും കഴിഞ്ഞു. ഡിഗ്രി 2ാമത്തെ വർഷമായി. ആണോ? എന്നാ ഇനി 2-3 വർഷോടെ. 3 വർഷം ഉണ്ടല്ലേ? 4 വർഷം. 2 ഉള്ളോ? 4 വർഷം. കുഴപ്പമില്ല.
പഠിച്ചെന്ന നല്ലതാ. എന്റെ കാലൊക്കെ വേദന. ഇച്ചിരി വേദനയൊക്കെ എടുക്കണം അല്ലേ അമ്മേ? നേഴ്സിങ്ങിന് പോണില്ലേ മോള്? നഴ്സിംഗാ പഠിക്കുന്നത്. ഇവനൊക്കെ എപ്പോഴും താടിക്ക് കൈ കൊടുത്തേ എലിക്കുട്ടി എനിക്ക് പകർന്നു കിട്ടിയത്. പകർന്നു കിട്ടിയതാണ്. എലിക്കുട്ടി ഇങ്ങനെ തന്നെ ഇരിക്കാം. ആലോചിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുമ്പോ എനിക്കത് തരും. പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചുറ്റി വെച്ചിരിക്കുന്നേ ഫാൻ ഇടാൻ പുതപ്പ്. മഴ പെയ്യാത്തോണ്ട് ചൂട് കൂടുതല. ആരെയാ നോക്കണേ? മുട്ടായി തുറന്നാ അടച്ചു പൂട്ടി വെച്ചിരിക്കുക. അതിലിടാൻ പറ്റിയ അത് അടച്ചു വെച്ചേക്കൂല്ലേ? ഇത് പുറത്ത് കൊണ്ട കളയണം. അത് അടച്ചു വെച്ചിരിക്കില്ല പിന്നെ ഇങ്ങനെയാ. കഴിഞ്ഞ പോലെ ഗ്ലാസ് ഇട്ട് അടച്ചു വെച്ചിരിക്കില്ല പിന്നെ ഇങ്ങനെയാ. ക്ഷീണിച്ചോട്ടോ എലിക്കുട്ടി. ചുമയുടെ കണ്ണൊക്കെ കുഞ്ഞായിപ്പോയി. കണ്ണൊക്കെ കുഞ്ഞായിപ്പോയെന്ന്. ആരുടെ കുഞ്ഞായിപ്പോ? കുഞ്ഞായിക്കോട്ടെ. പനി വന്നപ്പോ ജലദോഷം വന്നു കഴിഞ്ഞല്ലേ, ഇത് കുഴപ്പമില്ല. ജലദോഷം മാറി കഴിയുമ്പോ വലുതായിക്കോളൂ അല്ലേ അമ്മേ? ജലദോഷം നല്ലപോലെ മാറിപ്പോണം. മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും വലുതാവും. ഇത് തീർത്ത് പോയില്ലെങ്കിൽ ഭയങ്കര പാടാ. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, വിശപ്പില്ല അല്ലേ? ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഏതായാലും നമ്മൾ ചെയ്തു വരുമ്പോൾ അത് വിട്ടു പോകും, ഓർമ്മ വരികയില്ല. ഇപ്പൊ ഇത് ആരാന്ന് മനസ്സിലായല്ലേ? ആരാ ഇത്? പിന്നെ പിന്നെ ഇളയ അനിയത്തിയല്ലേ? ഓ എനിക്ക് വയ്യ, ഞാൻ പോവാ വീട്ടിൽ നിന്ന്. ഏതാ അമ്മ? പെണ്ണമ്മയാണോ? പെണ്ണമ്മയാണോ? അതിപ്പോഴും പെണ്ണമ്മയല്ല, പിന്നെ വിവീനായ. വിവീനയല്ലേ? അവള് ഇവിടെ പേര് വിവീനായെന്ന്. അത് ശരി. പഠിപ്പിച്ചു മറ്റവരെ ഒക്കെ പിന്നെ പേരാ, വേറെ ഉള്ള പേരൊക്കെ. പെണ്ണുങ്ങൾ 3-4 പേരില്ലേ? അമ്മയുടെ മനസ്സിൽ എപ്പോഴുള്ള പേരതല്ലേ? ഏ അമ്മയുടെ മനസ്സിൽ എപ്പോഴുള്ള പേര് വിവീനയല്ലേ? പെണ്ണുങ്ങൾ എന്നാ വിവീനയല്ലേ അമ്മയുടെ മനസ്സിലുള്ളത്? അടുത്ത് പോയി കിടക്ക്, കുളിക്ക് പോയി. രാവിലെ ഒന്നും കഴിച്ചില്ല. എന്നോട് പറയണ്ട. ഞാൻ പറയുന്നേ, ഇന്നലെ കോളേജിന്റെ ഹോസ്പിറ്റലിലാണ് ബാൻഡിന്റെ പരിപാടി എണ്ണവലിയും ഇല്ല, ഭക്ഷണം കഴിപ്പും ഇല്ല, ഒന്നുമില്ല. ചാകുമ്പോ തന്നെ ഇന്നലെ ബാൻഡിന്റെ പരിപാടിയായിരുന്നു ഹോസ്പിറ്റലിൽ. 10 മണി കഴിഞ്ഞപ്പോഴാ വന്നേ. പിന്നെ മറ്റേ പുതിയ ചുരിദാറിലായിരുന്നു, അതില് കോഫി വീണായിരുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നത് ബെൻസിയുടെ ഒരു കൂട്ടുകാരനാണ്, പുള്ളിക്കാരന് പറഞ്ഞു ഒന്ന് പെർഫ്യൂം അടിച്ചിട്ടില്ലേ തേച്ച് വെച്ച് കഴിയുന്നത്. പെർഫ്യൂം ഞാൻ അടിച്ചിട്ട് തേച്ച് കഴിയുമ്പോ മൊത്തം കറയും പോയി. എന്നിട്ട് ആ ഉണക്കി. അത് കഴിഞ്ഞപ്പോ പിന്നെ കുളിച്ച് വന്നപ്പോഴത്തേക്കും 11:30. പിന്നെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ചെറിയ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്തില്ല. പിന്നെ രാവിലെ ഏറ്റിട്ടാണ് പാക്ക് ചെയ്തത്. അതുകൊണ്ടൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ആപ്പിന്റെ മുറി കഴിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് ചങ്ങനാശ്ശേരി എന്നപ്പോ അവിടെ മറ്റേ ഈ പുതുപ്പള്ളിയിൽ ഒരു മറ്റേ വൈകിട്ട് വന്ന് ഇവിടെ കഴിക്കുകയല്ല, കടന്നുറങ്ങുമോ? അല്ല, പുതുപ്പള്ളിയിൽ ഒരു എന്തോ മുസ്ലിംസിന്റെ എന്തോ ഒരു സംതിങ് ഉണ്ട്, അതിന് പേര് അറിയില്ല. അവിടെ അതിന്റെ അകത്ത് കയറി കഴിയുമ്പോ കുറെ ഷെയ്ക്ക് ഒക്കെ ഉണ്ട്. 40 രൂപയ്ക്ക് പലതരത്തിലുള്ള ഷെയ്ക്ക്, ഓറിയോ ഷെയ്ക്ക്, കിറ്റ്കാ ഷെയ്ക്ക്, ഇങ്ങനെ പല പല ഷെയ്ക്ക്. പിന്നെ ബജ്ജിക്കൊക്കെ 7 രൂപ. മുട്ട ബജ്ജി, മുളക് ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, എല്ലാത്തിനും 7 രൂപ. ഞങ്ങൾ 3 പേരോട് അത് മേടിച്ച് കഴിച്ചു. അത് കഴിച്ച് മറ്റേ കഴിച്ചു. ഉച്ചയ്ക്ക് ഞങ്ങൾ അത് കഴിച്ചു. ഞങ്ങള് ബസ്സിന് കയറി പോകുന്നു. ഭയങ്കര ആ ബജ്ജി നല്ല ടേസ്റ്റ് ഒന്നുമില്ല, ഭയങ്കര ടേസ്റ്റ്, വേറെ ടേസ്റ്റ് ആയിരുന്നു. മഴ പെയ്യാത്ത കാരണം എത്ര ദിവസമായി മഴ പെയ്യാത്തോണ്ടല്ലേ? ആവി 40 രൂപ കാരണം ഭയങ്കര ചൂടാ. വെള്ളത്തിനും വിഷമാവും, വിഷമാവും. എന്ത് ചൂടാ ഇവിടെ വന്നപ്പോ, ഭയങ്കര ചൂടാ. കൊച്ചിനാണോ ചെരുപ്പ്? പപ്പാടിയാണ്. പപ്പാടെ എന്റെ ഒരു സൈസ് എന്റെ ഭയങ്കര ഹാരിയ. ഫാനിടാഞ്ഞിട്ടല്ല, ഓഫാക്കി വെച്ചിരിക്കല്. ഇത് കൂട്ടും ഇടാനില്ലല്ലോ. ഇത് കൂട്ടിടാനില്ലേ? എന്നോട് ഇടാൻ പറഞ്ഞല്ലോ മുമ്പേ. കാറ്റുണ്ട്, കാറ്റുണ്ട്. ഞാൻ പോവാ. ഇവിടെ പോവാ? ഞാൻ റൂമിൽ പോവാ. ഞാൻ റൂമിൽ പോവാ. റൂമിലോ? എന്റെ റൂമിൽ പോവാ.
എൻ്റെ റൂമി എവിടെയാ? അപ്പുറത്ത്. ഇവിടെ ഞാൻ പഠിക്കാൻ പോവാണ്. അല്ല, ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ. ഡ്രസ്സോ? എന്നിട്ട് മാൾ എന്തിനാ പോണേ ഇപ്പം? ഇപ്പൊ വെറുതെ ഇരിക്കുന്നു. അല്ല, ഇപ്പൊ അവധിക്ക് വന്നേക്കുന്നു. പഠിക്കാനാണ്. ക്രിസ്മസിന്റെ അവധിക്ക് വന്നല്ലേ? ക്രിസ്മസിന്റെ അവധി. ക്രിസ്തുമസ് ഇല്ലേ? അതെയല്ലേ? ആ, അതിലെ അവധിക്കല്ലാതെ സമയമുള്ളൂ. ആ, അവധിക്ക് വന്നതാ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. ഞാൻ പോവാ. രാത്രി മുഴുവൻ അവിടെ പഠിത്താണോ? ഇല്ല, കഞ്ഞി കുടിച്ചിട്ട് പോയെങ്കിൽ. മഴയൊന്നും നനയരുത് കേട്ടോ. പോയി വിവിന ക്ഷീണിച്ചോ അല്ലേ? ശരീരം തീരെ അങ്ങ് ക്ഷീണിച്ച്. അതേന്നെ, അത് ഭക്ഷണം കഴിക്കാച്ചാ നീ. ഭക്ഷണം കഴിക്കാൻ കഴിയല നീ. കഴിക്കാൻ കഴിയല. ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ പറ്റുള്ളൂ. ആ, അങ്ങനെ കഴിച്ചാ ക്ഷീണിക്കല്ലേ? അതുകൊണ്ട് മെനകേടാ അങ്ങനെ പോയാ. ഉം. എല്ലാ വകയും കഴിച്ച് പഠിക്കണം. വേണ്ടത് കഴിച്ചാൽ മതി, വേണ്ടാത്ത കഴിക്കണം. ഉം. മുട്ടായി ഇല്ലാതെ പറ്റിച്ചു വെച്ചോ? ഞാൻ മുട്ടായി കിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറ്റണം. മുട്ടായി പിന്നെ തുമ്പ തിന്നാരാ? കിട്ടുന്നതായിരിക്കും. പേപ്പറിൽ പറ്റുന്നതായിരിക്കും. അതിന് പേപ്പറാന്ന് എങ്ങനെയാ വരുന്നത്? ഈ മുട്ടായൊക്കെ പൊതി വെക്കണം പേപ്പറിൽ. മുട്ടായി തിന്ന പേപ്പർ അമ്മ തിന്നിട്ടല്ലേ? അമ്മ തിന്നിട്ടല്ലേ മുട്ടായി പറ്റിയത്? അത് കഴിയച്ചല്ലോ. ഒന്ന് വെക്കാതെ ഭയങ്കര ആവിയാ. ആ, ഫാനിട്ടുണ്ട്. അവയൊക്കെ പൊക്കോളും. ചൂടാണോ? മഴ പെയ്യട്ടും ചൂടാ. ഇപ്പം കരയേറ വെച്ചിട്ട് എത്ര നാളായി? അതെ അതെ, കരയേറ ഇന്നാളെ വെച്ചതാ. എത്ര മഴ വെള്ളപ്പൊക്കം ഉണ്ടാകട്ടെ. ഇന്നാളെ വെള്ളപ്പൊക്കം ഉണ്ടായതാ. ഒരാഴ്ച വെള്ളപ്പൊക്കം ഉണ്ടായ ഇടയ്ക്ക് അമ്മയ്ക്ക് പനി പിടിച്ചത്. ഞാനൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലല്ലോ. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. ഉണ്ടായോ? പിന്നെ 2-3 ട്രിപ്പ് പൊങ്ങി. ഒരു തവണയല്ലേ അവളോ? 2-3 തവണ ഉണ്ടായി. മറ്റേ ആഴ്ച തോറും വെള്ളപ്പൊക്കം ഉണ്ടാകും. ആഴ്ച തോറും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയോ? അങ്ങനെ ഉണ്ടായല്ലോ. ഭൂമി മുഴുവൻ എല്ലായിടത്തും വെള്ളമാവും. ആണോ? അല്ലാതെ ഒരു സ്ഥലത്ത് ഇച്ചിരി കിട്ടി ഒന്നും കാര്യമില്ല. വിദ്യയോടടുത്ത് വെള്ളമില്ല. ആഴ്ച തോറും വെള്ളം പൊങ്ങണം. വെള്ളം എല്ലാവർക്കും വേണം. അത് വേണം. എല്ലാ കൂട്ടം പോലെ അല്ല. അതിനകത്ത് അലക്കും കുളി ഇതെല്ലാം ഈ വെള്ളത്തിൽ വേണം. ഭക്ഷണം ഒന്നും കഴിക്കാൻ മാത്രമല്ല ഉള്ളൂ. അതൊക്കെ ചിട്ടയില്ല. മറ്റേതൊന്നും അതൊന്നും പറ്റിയല്ല. ഇച്ചിരി കാറ്റുണ്ടോ? ഫാൻ അമ്മ ഓഫാക്കിയിട്ടേക്കുമല്ലേ? ഞാൻ അമ്മ ഓഫാക്കിയിട്ടിട്ട് കിടന്നതാ. പോകാണെങ്കിൽ ഓണായി കിടക്കട്ടെ. ആ, മറന്നുപോയതാ. അവൻ വിവാനെ ഇങ്ങോട്ട് പോരില്ലായിരിക്കും. വിവാൻ അപ്പുറം കിടപ്പുണ്ട്. അവൻ നേഴ്സിങ്ങിന് പോകുമായിരിക്കും. വിവാൻ അപ്പുറം കിടപ്പുണ്ട്. അപ്പുറേ കിടപ്പുണ്ടെന്നേ. അപ്പുറത്ത് കിടപ്പുണ്ടെന്ന്. ആ, മുറിയില്ല. അവിടെ വന്നിട്ടുണ്ടോ? പിന്നെ അവനോടെ പോനാ. വീട്ടില്? ഏത് വീട്ടിൽ? വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ. ഇതല്ലാതെ ഉള്ളോ ഒരാണായിട്ട്? വിവാഹം മാത്രമേ ഉള്ളോ? വിവാഹം മാത്രമേ ഉള്ളൂ ആണായിട്ട്? ആഹാ, അപ്പോൾ ഞങ്ങളൊന്നും ആണുങ്ങളല്ലേ? പപ്പായും മമ്മയും അല്ല പപ്പായും രണ്ടുപേരും. ആ, വേറെ 2 പേരും കൂടെ ഉണ്ട്. 3 പേരേ ഉള്ളോ? ആണുങ്ങൾ. ആണോ? എൻ്റെ ഒരു 5-6 പേരുണ്ട് ആണുങ്ങൾ. എൻ്റെ അറിവിൽ 5-6 പേരുണ്ട് ആണുങ്ങൾ. എൻ്റെ അറിവിലേ 5-6 ആണുങ്ങളുണ്ടെന്ന്. അവിടെ അത് അന്നൊന്നാലും ചെറുപ്പത്തിലുണ്ടായോ? അത് അല്ലാതെ ചെറുപ്പത്തിലെ ഉണ്ടായാലേ ഇല്ല എല്ലാവരും. അത് അവർ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അമ്മയ്ക്കുണ്ടായ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ 5-6 ആണുങ്ങളുണ്ട്. അവരൊക്കെ വളർന്ന് വലുതായില്ല. വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അവരൊക്കെ ഓരോ കാര്യത്തിനായില്ലേ.
ഓരോ കാര്യത്തിലാക്കണം എല്ലാത്തിനെയും പിടിച്ച്. പഠിത്തം കഴിഞ്ഞാൽ ഒരുമാതിരി അവരെല്ലാവരും തന്നെ പഠിത്തം തീർന്നുകൊണ്ടിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഏ? പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു. ഇപ്പം വിദ്യാഭ്യാസം കുറവുള്ളൂ. അയ്യോ, വിവേന ഇപ്പം നല്ല വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക, നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അത് മോശമായി പോയി. ഏയ്, വിവേന നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, വിവേന നേഴ്സിംഗ് പഠിക്കുമല്ലേ. വിദ്യാഭ്യാസം എല്ലാ പിള്ളേർക്കും വേണം. എന്നുവെച്ചാൽ അത് അത്യാവശ്യമായ കാര്യമാണ്. കുത്തിക്ക് പ്രകാശം കിട്ടാനും ഓർമ്മശക്തി നിൽക്കാനും അതുപോലെ പെട്ടെന്ന് മനസ്സിലാകാനും ഒക്കെ. അല്ലെങ്കിൽ പെട്ടെന്ന് പറയും. ആരാ പഴം ആരാ ആ നമുക്കറിയത്തില്ലേ? എനിക്കറിയില്ല. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഇവിടുത്തെ അമ്മയാന്ന് തോന്നുന്നു. വിവാഹം കൊളിച്ച ആൾക്കറിയാം. വിവാഹം കുളിച്ചോടാ ഡാ. എൻ്റെ അമ്മച്ചി എന്നോട് വേണ്ട ചോദിക്കണം. അവിടെ ഉണ്ടോ? ആ, കുളിച്ചായിരിക്കും. നിന്നോട് വേണ്ട ചോദിക്കണം. അവനെ കാണുന്നില്ലല്ലോ, അവനെ കാണുന്നില്ലല്ലോ ഒന്നും. അതുകൊണ്ട് എല്ലാം എല്ലാം പഠിക്കുമായിരിക്കും. പഠിക്കാൻ കാണും ഒത്തിരി. ആ, പഠിക്കാനുണ്ട് എല്ലാത്തിനും. ഇനി പഠിച്ച കൂടി വരുക. പിന്നെ അവനൊന്നും പറഞ്ഞു വെക്കാൻ ആരുമില്ല. വിവീനില്ലാതായ പിന്നെയോ? എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. വിവീന ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാം, അവൻ തന്നെ പഠിക്കുക. അവൾക്ക് പഠിക്കാൻ സമയം തികയുന്നില്ല, പിന്നെ എങ്ങനെയാ അവള് പറഞ്ഞു കൊടുക്കണേ? ആരാ? വിവീനേ, അവളിവിടെ ഇല്ലല്ലോ, അവളവിടെ കോളേജിൽ നിന്ന് പഠിക്കുമല്ലേ. ആര് പഠിക്കാൻ? വിവീനേ. വിവീന പഠിക്കാനോ? ആ, അവളത് പഠിക്കുന്നില്ലേ? ഓരോ സമയത്തും പഠിക്കണം. ആ, പഠിക്കുന്നുണ്ട്. ആവശ്യത്തിനെല്ലാം പഠിക്കണം. മറക്കാതിരുന്നാൽ മതി, ബോധത്തിൽ ഇരുന്നാൽ മതി. ബുദ്ധി കാണുന്നുള്ളൂ. ആ, അതേ ഉള്ളൂ, ഓർമ്മയും ബുദ്ധിയും വേണം. പഠിത്തത്തിലുള്ള കാര്യം അതാ കൂടുതലായിട്ട് കിടക്കണം. ഓർമ്മ വേണം താനും. പിന്നെ കൂടെ ചെല്ലി പഠിച്ചുകൊണ്ടിരിക്കണം. മഴ പെയ്യുക. എവിടെ? മഴയാ. അത് മഴയൊന്നുമല്ല, കണ്ട് ചീനിച്ചട്ടിക്കകത്ത് പറക്കണ കാറ്റാ. കാറ്റ് ഫാനിൻ്റെ. കാറ്റുണ്ടാവുക. ആ, ഫാനിൻ്റെ കാറ്റാ. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ഒത്തിരി ഉണ്ട്. വിമാനമുണ്ട് ഒരുപാട് പഠിക്കാൻ. പഠിക്കട്ടെന്നേ, പഠിച്ചാലല്ലേ കാര്യമുള്ളൂ. പഠിക്കട്ടെന്നേ, പഠിച്ചാലല്ലേ കാര്യമുള്ളൂ. ആ, പഠിക്കേണ്ടത് ആ സമയത്ത് ഓരോന്നും പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം. എന്നെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ല, ഇന്നത്തെ കാലത്ത് പഠിക്കാതിരുന്ന വേണ്ടതും വേണ്ടാത്തതും എല്ലാം കുറേ പഠിച്ചുകൊണ്ട് കുറേ അത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം. ഒരു കാര്യവുമില്ല. ഉള്ള കുട്ടി നശിപ്പിച്ച് കളയും. അത് തന്നെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അവനവന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി ചിന്തിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. ഉള്ളത് ശരിയാവും. അല്ല കാരണന്മാർക്ക് ചങ്ങന്മാരെ ആരെയും വീട്ടിയിട്ട് കാര്യമില്ല. എല്ലാവരും തന്നെ ഇതെല്ലാം ചിന്തിച്ചെടുക്കും. അവനവന് വേണമെന്ന് ചിന്തിക്കണം. അവനവന് വേണമെന്ന് ചിന്തിക്കണം. ആ, എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലേ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ. അത് ഈ പ്രായത്തിലൊക്കെയാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധ വേണം. അങ്ങനെയുള്ളത് ഒരു ബോധത്തിലിരിക്കും. എന്നാൽ അതുകൊണ്ട് കാര്യമുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ. പഠിത്തക്കാര്യത്തിന് ആർക്കും താല്പര്യം കുറവുള്ളവരില്ല. എല്ലാവരും പഠിക്കുന്നവരാ അല്ലേ? എല്ലാവരും പഠിക്കുകയും ചെയ്യും. വളർന്ന് പഠിത്തത്തിന് ഏറ്റവും കൂടിയ ആള്. സാവുകാരൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നല്ലേ? സാവുകാരൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നേ. പഠിച്ച് ജോലിയൊക്കെ ആയില്ലേ? ഇംഗ്ലീഷും മലയാളവും എല്ലാം പോലെ പഠിക്കും. അങ്ങനെ പഠിച്ചല്ലേ ജോലി മേടിച്ചേ? അങ്ങനെ പഠിച്ചല്ലേ ജോലി മേടിച്ചേ? പിന്നെ ജോലിക്ക് അത് പോവുകയും ചെയ്യും. മടിയില്ല. പൈസ കിട്ടിയാൽ വലിയ ചിലവില്ല. അവർക്ക് പാഴിയാലും ഒന്നും ഇല്ലല്ലോ. അത് കാരണം പൈസ ചിലവ് കുറവാണ്. അത് ശരിയാ. കുടിയന്മാരും ചായ കുടിയും മുറുക്കും വലിയൊക്കെ ഉള്ളവർക്കാണ്.
പൈസ ഭയങ്കര ചിലവ്. അതാണ് കാറ്റാണ് ഇരക്കണേ. ഇരക്കുന്നത് ഫാൻ ഇരക്കുന്ന ഫാൻ്റെ സൗണ്ടാ. ഇരപ്പ് ആക്കണോ അത്? ഇരക്കണമൊന്നുമില്ല. അത് അടുക്കളയിൽ ഏതാണ്ട് പണിയെന്ന് വെച്ചാ. അടുക്കളയിൽ ഏതാണ്ട് പണിയെന്ന് വെച്ചാ. അടുക്കളയിലേ അടുക്കളയിൽ ഏതാണ്ട് ഉണ്ടാക്കണതിൻ്റെ സൗണ്ടാ. അടുക്കളയിലോ ഉണ്ടാക്കാൻ ഏതാണ്ട് ഉണ്ടാക്കണം. ചീനിച്ചട്ടിക്കകത്തിട്ട് ഉണ്ടാക്കണതിൻ്റെ ഒച്ചയാ. പിന്നെ കഞ്ഞി കറിയൊക്കെ വെച്ചില്ലേ? ആ കഞ്ഞിയും കറിയൊക്കെ വെച്ച് വിവീനയ്ക്ക് എന്നാലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? വല്ല വെള്ളം തിളപ്പിക്കോ കുടിക്കാൻ വേണം പാടോ ഇതിലൊക്കെ. ആ അമ്മ വിളിച്ചോ? അമ്മ വിളിച്ചോന്ന്? അമ്മ വിളിച്ചില്ലെന്ന് തോന്നുന്നു. നേരത്തെ വിളിക്കണോ? ആണോ?